സ്വാമി എന്തായാലും മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ 19-ാം തീയതി നടക്കാൻ പോകുന്ന ഒരു മാർച്ച്. അതിന്റെ കുറച്ച് കാരണങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പറഞ്ഞു. അത് ജനങ്ങൾക്ക് എങ്ങനെ ബോധ്യമാകും എന്നുള്ളത് ഇപ്പോൾ 7 കാരണങ്ങളാണ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ 19-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന ഒരു മാർച്ച്. ആ ഒരു വിഷയത്തിലേക്ക് ആരൊക്കെയാണ് വന്നു ചേരേണ്ടത്? ആ അതിൽ വന്നു ചേരേണ്ടത് ഉള്ളിൽ നന്മയുള്ളവരും എല്ലാവരെയും ഒന്നായി കാണുന്ന, ഗുരുദർശനം ഉൾക്കൊള്ളുന്ന, ഈ അധർമ്മത്തിനെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യാന്വേഷികളും ധർമ്മബോധമുള്ളവരുമായിട്ടുള്ള ആൾക്കാരാണ്. അവരിങ്ങനെ അറിഞ്ഞിപ്പോൾ തന്നെ കുറേ പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്നവരൊക്കെ വരട്ടെ. നമ്മൾ അതിൽ ഗുരുവിന് കൊടുക്കുന്ന ഒരു പൂജയാണത്. ഗുരുവിന് നൽകുന്ന നമ്മുടെ അർച്ചനയായിട്ട് അതിനെ കാണുന്നു. നാരായണീയർക്ക് മാത്രം അല്ലെങ്കിൽ SNDPക്ക് വേണ്ടി മാത്രമുള്ളൊരു മാർച്ചായിട്ട് ഇത് ഒതുങ്ങില്ലല്ലോ ഒരിക്കലും. ഒരിക്കലും അങ്ങനെയല്ലല്ലോ. ഗുരു ഒരു അങ്ങനെ അത് വെള്ളാപ്പള്ളിയുടേതാണ്. നമ്മുടേത് ഗുരുവിൻ്റെ ചിന്തയാണ്. ഗുരുവിന് ജാതിയുണ്ടോ മതമുണ്ടോ ഒന്നുമില്ല. ഗുരുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ മതങ്ങളിലും ജാതിയിലും ഉള്ളവരെല്ലാവരും ഗുരുവിൻ്റെ ഇതിലുള്ളതാണ്. അപ്പോൾ ഗുരു ചിന്ത ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് ഇതിൽ മുന്നോട്ട് വരിക. ഇത് വലിയൊരു മാറ്റത്തിലേക്കുള്ള പോക്ക് തന്നെയായിരിക്കും. പക്ഷേ CJP പ്രൊട്ടസ്റ്റ് നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും ഇതായിട്ട് നിന്ന യൂത്തിന്റെ കൂടെ സാന്നിധ്യം ഇതിൽ നടന്നൊരു കാര്യമാണ്. അതുപോലെ ഒരു വലിയൊരു പ്രൊട്ടസ്റ്റിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ സ്വാമി പറഞ്ഞതുപോലെ പ്രൊട്ടസ്റ്റിലേക്ക് യൂത്തിൻ്റെ കയ്യിൽ സക്സസ് ആയെന്ന് വെച്ചാൽ യൂത്തിന് സ്വാർത്ഥതയില്ല, അവർ നിസ്വാർത്ഥരാണ്. അതെ അത്രയും പൂ പോലത്തെ മനസ്സും മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നതാണല്ലോ യൂത്ത് എപ്പോഴും. അപ്പം ഇതിൽ അങ്ങനത്തെ യൂത്ത്, കാരണം യൂത്തിൻ്റെയും കൂടെയാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അവർക്ക് പഠിക്കാനും അവർക്ക് ജോലി കിട്ടാനുമുള്ള പ്രസ്ഥാനങ്ങളെല്ലാം ഈ വെള്ളാപ്പള്ളി പിടിച്ചു വെച്ചിരിക്കുകയല്ലേ, അവരുടെ ഫ്യൂച്ചറാണ്. അതുകൊണ്ട് അവരാണ് മുന്നിൽ വന്ന് നിൽക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. പിന്നെ ഇതിനെപ്പറ്റിയുള്ള എത്രമാത്രം നമ്മുടെ ഈ മെസ്സേജ്, ഈ സംഭവം അവരിലേക്ക് എത്തുന്നു എന്നുള്ളത് ആണ് വലിയൊരു ഫലം. അവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 100% അവർ വരും. അവർക്ക് അറിഞ്ഞാൽ അവർ വരും. പക്ഷെ അവരിൽ എങ്ങനെ എത്തും എന്നുള്ളത് മറ്റൊരു ഫാക്ടറാണ്. അവരിലേക്ക് എത്തുന്ന കാര്യം പറയുമ്പോൾ ഇപ്പോൾ PSC തൊഴിലില്ലായ്മ വലിയ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അവരുടെ അവകാശമാണ് ഇത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. മനസ്സിലാവുന്നവരൊക്കെ 19-ാം തീയതി അന്ന് അവിടെ കാണുമെന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം. വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ എപ്പോഴും നമ്മൾ രാഷ്ട്രീയക്കാരല്ല. പ്രത്യേകിച്ച് എൻ്റെ സ്വഭാവം അറിയാമല്ലോ. ഞാൻ ഒരു പാർട്ടിക്കോ മതത്തിനോ വേണ്ടി സംസാരിക്കുന്ന ആളല്ല. എൻ്റെ കൂടെയുള്ള ആൾക്കാർ, നമ്മുടെ ഒപ്പമുള്ളവർക്ക് വേണ്ടി മാത്രമേ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ. അന്ന് അവിടെ വരുന്നവരെല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആ പ്രശ്നത്തിൻ്റെ ഒപ്പം അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഞാനും എൻ്റെ കൂടെയുള്ളവരും ഉണ്ടാവും. അത് നമ്മുടെ കടമയാണ്. എന്ത് ഇതായിട്ട് വന്നാലും അതൊരു ഗുരുവിൻ്റെ ഒരു വലിയൊരു കാര്യത്തിന് വേണ്ടി ഒത്തുകൂടുന്നവരെ അവരെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക, ഇത് നമ്മുടെ കൂടെ ധർമ്മമാണ്. അപ്പം പലതായി കിടക്കുന്നത് ഒന്നായി തീരുന്ന ഒരു ഇതിൻ്റെ തുടക്കമാണ്. ഇത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റ്. അല്ല, എനിക്കെന്തിനാ ഇത്? ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നത്? ഇതിപ്പോൾ എങ്ങനെ പോയെന്ന് വെച്ചാൽ, ഇപ്പം എന്നിലൊരു വിശ്വാസം, ഇന്നത്തെ കേരളത്തിൽ ഒരു കൂട്ടം സമൂഹത്തിന് ഒരു വിശ്വാസം തോന്നിയോണ്ടാണല്ലോ എനിക്ക് ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം എനിക്കത് എത്രത്തോളം ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കും. കാരണം ഒരിക്കലേ ആൾക്കാരെ പറ്റിക്കാൻ പറ്റുള്ളൂ. ഇത് കാലമാണ്. അപ്പം എന്നും പറ്റിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെതായ ഒരു എത്തിക്സ് ഇട്ട് ഞാൻ കളിക്കില്ല. സ്വന്തമായിട്ട് പറ്റിക്കപ്പെടണം എന്ന് വിചാരിച്ച് നിന്ന് കൊടുക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ. ഇപ്പോൾ അത് അവരുടെ വിധിയാണ്. ഇപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. അത് അങ്ങനെ കിണറ്റിലെ കൂപമണ്ഡപങ്ങളായിട്ട് കിടക്കുന്ന കുറേ ശ്രീനാരായണീയരുണ്ട്. അത് വളരെ സങ്കടത്തോടു കൂടി ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവരില് അത് ഗുരുവിന്റെ അനുഗ്രഹമുള്ളവർ, കിട്ടിയവർ ഇതിൽ വരും. ഉള്ളിലുള്ളവർ, ഗുരുവിന്റെ അനുഗ്രഹമുള്ളവർ ഇതിൽ വരും എന്ന് മാത്രമേ ഞാൻ പറയുന്നു. എന്തായാലും 19-ാം തീയതി നടക്കുന്ന വലിയൊരു മാറ്റത്തിലേക്കുള്ള തുടക്കം തന്നെയാവണം ശരിക്കും. അത് ആവശ്യമാണ്. ഇപ്പൊ സ്വാമിയെ പോലെ ഒരാൾ മുന്നോട്ട് വരുമ്പോൾ, നമ്മൾക്ക് വേണ്ടി മുന്നോട്ട് വരുമ്പോൾ, നമ്മളുടെ അവകാശങ്ങൾ നമുക്ക് വേണ്ടതാണത്. അത് ഇനിയെങ്കിലും കണ്ണു തുറന്ന് അങ്ങോട്ട് വരുന്നവര്, ആവശ്യമുള്ളവർ വരും. അന്നത്തെ ദിവസം അവിടെ ഒഴുകിയെത്തും എന്ന് തന്നെ ഉറപ്പിച്ച് വിശ്വസിക്കാം. എന്നാലും ഇതിന് പുറത്തേക്ക് നോക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെതിരെയുള്ള കുറച്ച് കേസുകളും കാര്യങ്ങളും, മീഡിയ അന്വേഷണം വേണം, അത്തരം ഒരുപാട് ആവശ്യങ്ങൾ ഈ ഒരു പ്രൊട്ടസ്റ്റിൽ കൂടെ സ്വാമി ഉന്നയിക്കുന്നുണ്ട്. അതിൽ മഹേഷിന്റെ ആത്മഹത്യ, KL അശോകൻ, അങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ ഇതിന്റെ പിന്നാലെ വന്നു കഴിഞ്ഞു. വരട്ടെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് കേരളം ഇത് സ്വീകരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ് എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടാവട്ടെ. കാരണം
അവർക്ക് എന്നെ ഫേസ്ബുക്കിലായിക്കോ ഇൻസ്റ്റയിലോ ആയിക്കോട്ടെ വാട്സപ്പിലായിക്കോട്ടെ ഏത് രീതിയിലും അവർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം. അവർ എന്നെല്ലാം സോഷ്യൽ മീഡിയയിൽ ഞാനുണ്ടല്ലോ. ദേ ക്യാൻ കണക്ട് മീ. ഇതിൽ ഏറ്റവും വലിയൊരു അലിഗേഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്, എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല, ഒരു 30 ഏക്കർ സ്ഥലം ശ്രീനാരായണ ഗുരുവിന്റെ സ്ഥലം തന്നെ അടിച്ചെടുത്തു എന്ന് പറയുന്നു. അത് നാരായണീയർക്ക് വേണ്ടി തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ ഒരു പ്രൊട്ടസ്റ്റിലുണ്ട്. അതിനൊരു അത് സത്യാവസ്ഥ ഗുരുവിൻ്റെ ഇത് പിടിക്കണം മാത്രമല്ല ഗുരുവിൻ്റെ ആസ്ഥാന മന്ദിരം പോലും ജപ്തി ചെയ്തിരിക്കുകയാണ് ഇയാൾ കാരണം. കൊല്ലത്ത്. ഒന്നാമത്തെ കാര്യം ഇദ്ദേഹത്തിന് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള 127 ക്രിമിനൽ കേസുകൾ ഉടനടി അന്വേഷണം പൂർത്തീകരിച്ച് കോടതിയിൽ ഈ ഫയൽ സമർപ്പിക്കണം. 2, 30 ഏക്കർ സ്ഥലം വെള്ളാപ്പള്ളി ഗുരുദേവൻ്റെ പ്രോപ്പർട്ടി തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി ശിവഗിരിയുടെ ഇതാണ്. അത് തിരിച്ച് അവിടെ കൊടുക്കണം. അതിന് മുഖ്യമന്ത്രിയും ഇത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയൊക്കെ അതിൽ ഇടപെടണം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം KL അശോകൻ, വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാപ്പള്ളി ഈ 3 പേരെയും പ്രതിയാക്കിക്കൊണ്ടാണ് പ്രതിപട്ടികയിൽ നിർത്തിയിട്ടാണ് FIR ഇട്ടിരിക്കുന്ന മഹേഷിൻ്റെ മരണത്തിൽ. ഇവരെ 3 പേരെയും സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്യിപ്പിക്കുകയോ അതിൻ്റെ അന്വേഷണം നടത്തുകയോ ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യുകയോ ചെയ്യാതെ എല്ലാവരെയും കണ്ണിൽ പൊടിയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് നോൺ ബെയിലബിൾ കേസാണ്. ആ മരണമൊഴിയെ ബേസ് ചെയ്തിട്ട് ഒരന്വേഷണം പോലും ഇന്നുവരെ നടത്തില്ല. അത് ഉടനടി അന്വേഷണം വേണം. അതുപോലെ തന്നെ ഇയാളുടെ വെള്ളാപ്പള്ളിയുടെ ഇതുണ്ടല്ലോ പൈസ, അതായത് ഈ ക്യാപിറ്റേഷൻ ഫീ മറ്റുള്ള ഇതെല്ലാ രീതിയിൽ ഇയാൾ മേടിച്ചുകൊണ്ട് പോകുന്ന പൈസ, കുട്ടികളുടെ പൈസ, ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിക്കുന്ന പൈസ, ഇതൊന്നും രേഖയിലില്ലാത്ത പൈസ, ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് KL അശോകൻ്റെയും സന്തോഷിൻ്റെയൊക്കെ ഇതിലാണ്. അതിനെതിരെ അന്വേഷണം വേണം. ED അന്വേഷണം വേണം. പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. കാരണം ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ തന്നെ അറിയാം ഇവരൊന്നുമല്ല. ഈ കുപ്പിയെടുത്ത് വെച്ചുകൊണ്ടിരുന്ന ആളാണ് ഷാപ്പിൽ, ജീപ്പിൻ്റെ ഫ്രണ്ടിൽ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്. കുപ്പിയുടെ കണക്കെഴുതാൻ വന്ന ആൾ. അയാളുടെ അസറ്റ് എന്താ ഇന്നത്തെ. അതുപോലെ തന്നെ ഇവർ മഹേഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിനകത്തൊരു വലിയൊരു പ്രധാന പ്രശ്നമുണ്ട്. മഹേഷൻ കൺവീനറും തുഷാർ ചെയർമാനുമായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒപ്പിട്ടാൽ മാത്രമേ ജോയിൻ്റ് അക്കൗണ്ടാണ് ഈ ചെക്ക് മാറുള്ളൂ. ആ 4 കോടിയുടെ ഒരു പ്രശ്നം വന്നില്ലേ മൈക്രോ ഫിനാൻസിൻ്റെ. അപ്പോൾ അതിൽ വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താണ്, മഹേഷിനാണ് മോഷ്ടിച്ചിട്ട് പോയെന്ന്. ആ പൈസ എടുക്കണമെങ്കിൽ തുഷാറിൻ്റെ ഒപ്പുകൂടെ ഉണ്ട്. അപ്പോൾ തുഷാറിനെ 1-ാം പ്രതിയാക്കണം. അയാൾ ചെയർമാനായിരുന്നു. 2-ാം പ്രതിയാക്കേണ്ടതാണ് മഹേഷൻ. അപ്പോൾ അത് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എൻക്വയറിയോ ഒരു കാര്യങ്ങളോ ഒന്നും നടത്തില്ല. അപ്പോൾ അതും നമ്മൾക്കിവിടെ സർക്കാർ ഒരു കാര്യം ചോദിച്ചോട്ടെ സ്വാമി, ഇത്തരത്തിൽ ഇവർ രണ്ടുപേരും സൈൻ ചെയ്തെങ്കിൽ തന്നെ അതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു മിനിറ്റ്സ് കൂടി ഇല്ലേ, അദ്ദേഹം ഒപ്പിട്ട ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കൂടി ഓഡിറ്റ് വരുന്നില്ലേ, റിപ്പോർട്ട് ഉണ്ട്. ഒരു അതിനകത്ത് അഴിമതിയും തിരിമറികളില്ല, കണക്ക് ക്ലിയർ ആണെന്ന്. ക്ലിയർ ആണ്. ആ അപ്പോൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിയാലല്ലേ മഹേഷ് ഈ കാശെടുക്കാൻ പറ്റുള്ളായിരുന്നു. ഇതിലെ വെള്ളാപ്പള്ളി ഇതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞ് എഴുതി ഒപ്പിടുന്ന പേപ്പർ നമ്മൾ ഇത് പോലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞ പോലെ അതിൽ എഴുതിയിട്ടുണ്ട് ഈ എല്ലാം ക്ലിയർ ആണെന്ന്. എന്നിട്ടും ഈ മരിച്ചുപോയ ആൾ അപമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ആവശ്യങ്ങളെല്ലാം നമ്മൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എന്താണ് ഈഴവ സമുദായത്തിനോട് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പം ജനങ്ങൾ ആരുമില്ല എന്നുള്ളതാണ് ഇവർക്കെതിരെ കളിക്കാനാരില്ല. ഇവർക്ക് പിന്നെ ഇവിടുത്തെ കേരളത്തിലെ യഥാർത്ഥ RSSകാരും BJPക്കാരും അല്ല. ഈ BJPയുടെ മറയിൽ ഇവരുടെ തന്നെ ടൈപ്പുള്ള കുറേ ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ കേരള നേതൃത്വത്തിൽ പെട്ട കുറച്ച് പേർ. അവരുടെ സപ്പോർട്ട് ഇവർക്കുള്ളതുകൊണ്ട് ഇവർക്ക് എന്തുമാകാമെന്നാണ്. അപ്പോൾ അത് വില്ലൻ ജയിച്ച കഥാപാത്രം ഈ ലോകത്തില്ലല്ലോ. അങ്ങനെ ഒരു വില്ലൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ വില്ലൻ്റെ കാലനാവുക എന്നാണ് നമ്മുടെ തീരുമാനം.